morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 16:20 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. സമാധാനത്തിന്റെ ദൈവമാണ്, പക്ഷേ സാത്താനെ ചതച്ചു കളയുന്നത്. സാത്താൻ എന്ന് പറയുന്ന രൂപത്തെ അല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായി നിൽക്കുന്ന സകല വിഷയങ്ങളെ, അത് നിങ്ങളുടെ അകത്ത് വരുന്നതായിരിക്കാം. കയ്പ്, നിരാശ, വെറുപ്പ്, ഭയം, ഉത്കണ്ഠ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ വാഴും. പുറമേ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, ആളുകൾ നിങ്ങളെ കുറ്റം പറയുന്നു, നിരുത്സാഹപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, താഴ്ത്തിക്കെട്ടുന്നു, പുറമേ നിന്നുണ്ടാകുന്ന വിഷയം. അതുപോലെ തന്നെ സാമ്പത്തികമായ വെല്ലുവിളികള്, ശാരീരികമായ രോഗങ്ങള്, അതൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് നേരെ. എന്നാൽ ഈ വിഷയമല്ലല്ലോ യഥാർത്ഥത്തിൽ വിഷയം. ആ വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ വരുന്ന ആകുലതകൾ, അത് ആ ആകുലതയുടെ പുറകിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ ചിന്തിച്ചു നോക്കുക, പലരും ലോകത്ത് പലരും വിമർശനങ്ങൾ ഏൽക്കാറുണ്ട്. ആ വിമർശനങ്ങൾക്ക് ചിലരതിനെ തള്ളികളയും, പക്ഷെ ചിലർ ആ വിമർശനത്തിനകത്ത് വീണുപോയി സൂയിസൈഡ് പോലും ചെയ്യുന്നത് കാണാൻ. അപ്പൊ യഥാർത്ഥത്തിലെ ശത്രു ആരാ? പറഞ്ഞ വ്യക്തിയല്ല, നമ്മുടെ അകത്ത് അതിനോട് കൂടെ കാണിക്കുന്ന പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ശത്രു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ചു. സമാധാനത്തിന്റെ ദൈവം യേശു കർത്താവ് ഇതെല്ലാം ചെയ്തു നമ്മുടെ കാൽക്കീഴിൽ, അതായത് നമുക്കത് അനുഭവമാകത്തക്കവണ്ണം നമ്മിലൂടെ കർത്താവ് ചെയ്തെടുക്കും. അതിനാ നിങ്ങളുടെ അകത്ത് കർത്താവ് അധികാരവും ശക്തിയും പകർന്നിട്ടുണ്ട്. നാം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജയം. അപ്പൊ തോൽവി എന്ന് പറയുന്നത് എന്താ? നമ്മളിലെ അധികാരത്തെ തിരിച്ചറിയാതിരിക്കുന്ന തോൽവി. നമ്മളിലെ അധികാരത്തെ തിരിച്ചറിയുന്നതാണ് ജയം. കാരണം നമ്മൾ ജയാളികളാ. കർത്താവ് നമ്മെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്നത്, ഇപ്പോഴും ജയമായി നടത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. തോറ്റതല്ല യഥാർത്ഥത്തിലെ തോൽവി, ജയിച്ചു എന്ന് അറിയാതിരിക്കുന്നതാ തോൽവി യഥാർത്ഥം. അപ്പൊ ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങൾ ഏത് വിഷയത്തെയും സമാധാനത്തിന്റെ ദൈവം, അത് എന്താ അതിലൂടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തന്ന് കർത്താവ് നിങ്ങൾ നടത്തും. എല്ലാ വെല്ലുവിളികളുടെ നടുവിൽ ജയമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആ സമാധാനം നിങ്ങളുടെ അകത്ത് വാഴട്ടെ. കൈവിടാത്ത ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ട്. സമാധാനത്തോടെ മുന്നോട്ട് പോകാം. God bless you.